ഗോവയിൽ നിന്ന് ട്രെയിനിങ് കൊണ്ട് പോയി. ഞങ്ങൾ അവരുടെ ആക്സിഡൻറ്റ് റിലീഫ് ട്രെയിൻ കൊണ്ടുപോയിട്ട് അവർ ഇങ്ങനെ തലയിൽ ചുമന്നൊക്കെയാണ് ഓരോ ഇത് കൊണ്ടുവരുന്നത്. ആളെ എടുത്തുകൊണ്ട് വരുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പരിക്കേറ്റവരെയും മരിച്ചവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല. പിന്നെ ഈ ആൾക്കാരെ തിരിച്ചറിയാത്ത ബോഡി മോർച്ചറി വെക്കാനുള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്നിട്ട് റെയിൽവേയുടെ ഡോക്ടറുണ്ട്, പിന്നെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ ഈ കൊണ്ടുവരുന്ന ബോഡി പൊതിഞ്ഞിട്ട് അതിന് സൗകര്യമുള്ള പിന്നെ ഗോവ മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അവർ ഇതെല്ലാം കൂടി ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടാക്കി. ആ സ്പെഷ്യൽ ട്രെയിൻ ഓടിക്കാൻ ഇപ്പോൾ നമ്മൾ അവിടെ ചെന്നവർക്കാണല്ലോ അത് ഓടിക്കാനാണ്. അത് സ്പോട്ടിലുള്ള ആൾക്കാരെ അതിനുവേണ്ടി വിനിയോഗിച്ചു. അപ്പോൾ അത് കുറച്ച് കഷ്ടമായിരുന്നു. കാരണം ഒരു ഒട്ടും ലൈവ് അല്ലാത്ത നമുക്ക് പുറകിൽ നമുക്ക് തന്നെ അറിയാലോ, വളരെ അത് 2-3 ദിവസം പഴക്കമുള്ള മൃതദേഹങ്ങളായിരുന്നു എല്ലാം.